ഹായ് ഓൾ, എവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഡോക്ടർ സാമുവൽ ജോൺസൺ എഴുതിയിട്ടുള്ള ഓൺ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു എസ്സേയെക്കുറിച്ചാണ്. ഡോക്ടർ സാമുവൽ ജോൺസണെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മേജർ പാർട്ട് ഓഫ് ദി 18th സെഞ്ച്വറിയാണ്. 18th സെഞ്ച്വറിയിലെ മേജറായിട്ടുള്ള മുഖ്യമായിട്ടുള്ള ഒരാളാണെന്ത് ഈ ഒരു സാമുവൽ ജോൺസൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക്കൽ എസ്സേസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള എസ്സേസ് ആണ് ദ റാംബ്ലർ, ദ ഡിക്ഷണറി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതൊക്കെ എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള എസ്സേസ് ആണ്. അദ്ദേഹം 18th സെഞ്ച്വറിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹി ബിക്കെയിം മോസ്റ്റ് ഫേമസ് ഇൻ ദ 18th സെഞ്ച്വറി. ഇതിൻ്റെ സമ്മറിയിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു എസ്സേയുടെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് എഴുതാൻ പോകുന്നത് എന്ന് ഓഥറിന് എന്താക്കാൻ കഴിയുന്നില്ല, ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഓഥറിൻ്റെ ചിന്തയിലും അതുപോലെ തന്നെ റൈറ്റിങ്ങിലുമുള്ള സ്ട്രഗിൾസിനെ കുറിച്ചാണ് ഇവിടെ എന്താക്കുന്നത് പറയുന്നത്. ഈ ഒരു ഓഥറിന് അറിയാം ഹീസ് ഡിലേയിങ് ഇൻ ദി തിങ്സ്. അദ്ദേഹം തിങ്സിൽ നിന്ന് വളരെ ഡിലേ ആണ്. ബട്ട് ഹി കാൻ ഡു എനിത്തിങ്. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഓഥറിന് അറിയാം. സോ ദാറ്റ് ഹി പ്രൈസ് ടു സ്കോൾഡ് ഹിംസെൽഫ് ആൻഡ് ഹീ ഈസ് ഓൾസോ ഹാപ്പി. അദ്ദേഹം സ്വന്തത്തിനെ തന്നെ എന്താക്കുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. പക്ഷെങ്കിൽ എന്നാലും അദ്ദേഹം വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ഓഥറിന് അറിയാം എന്ത് തന്നെ ആയാലും ആ ഒരു ലാസ്റ്റ് ഡേറ്റിന് മുമ്പേ തന്നെ എനിക്ക് ഇത് എഴുതാൻ കഴിയും, അതുപോലെ തന്നെ എനിക്കിത് സബ്മിറ്റ് ചെയ്യാനും കഴിയുമെന്ന് ഓഥറിന് അറിയാം. ഈ ഒരു എസ്സേയിൽ 5 പാർട്ടായിട്ടാണ് ഓഥർ എന്താക്കുന്നത് പറയുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. അഫിനിറ്റി ഫോർ പ്രസൻറ്റ് മൊമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. വി ടെൻസ് ടു ഡിലേ ദ ആക്ഷൻ. സാമുവൽ ജോൺസൺ പറയുന്നുണ്ട് വി ഹാവ് എ സ്പെഷ്യൽ ലവ് ഓർ സ്പെഷ്യൽ അഫിനിറ്റി ഫോർ ദി വെരി പ്രസൻറ്റ് മൊമെൻറ്റ് എന്ന് എന്താക്കുന്നുണ്ട് സാമുവൽ ജോൺസൺ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രസൻറ്റ് മൊമെൻറ്റിന് ഹ്യൂമൻ മൈൻഡിന് ഒരു സ്പെഷ്യലായിട്ടുള്ള എഫെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു അഫിനിറ്റിയും ഉണ്ട് എന്ന് എന്താക്കുന്നുണ്ട് സാമുവൽ ജോൺസൺ എന്താക്കുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രസൻറ്റ് മൊമെൻ്റാണ് നമ്മളെ ഇമ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസത്തേക്ക് ആ ഒരു സംഭവം ചെയ്തു തീർക്കാൻ പറ്റുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ ഒരു ഹോപ്പിലാണ് എന്താക്കുന്നത് നമ്മൾ അതൊക്കെ മാറ്റി വെക്കുന്നത്. അവസാനം നമ്മൾ ഈ ഒരു ഡെഡ് ലൈനിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാറുണ്ട്. ഒരു സംഭവം ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, അവസാനത്തെ ഡെഡ് ലൈന് വരെ മാറ്റിവെക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. സോ ഇതാണ് അഫിനിറ്റി ഫോർ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഓഥർ പറയുന്നത് ദ എവിൾ ഓഫ് ഡിലേ എന്നാണ്. ഓഥർ പറയുന്നത് ഇങ്ങനെ ഡിലേ ചെയ്ത് വേറെ ദിവസത്തേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫ് അവിടെ വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, ചെയ്തു തീർത്തില്ല എന്നൊരു ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു റെസ്റ്റ്ലെസ് ആയിട്ട് ഇരിക്കും. ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ അതിനുള്ള ഇൻട്രസ്റ്റ് കുറേ ഉണ്ടാവും. പക്ഷേ അതൊരു അബ്സ്യൂർഡ് ആയിട്ടുള്ള എക്സ്ക്യൂസസ്, കാരണം നമ്മൾ തന്നെ ഒരു അബ്സ്യൂർഡ് ആയിട്ടുള്ള എക്സ്ക്യൂസസിൽ നമ്മൾ ഗോൾസൊക്കെ എന്താക്കുന്നില്ല, നമ്മൾ അധിക പേരും ഫുൾഫിൽ ചെയ്യാറില്ല. ഇതിനെക്കുറിച്ചാണ് ഓഥർ എന്താക്കുന്നത് ഇവിടെ പറയുന്നത്. ഈ ഒരു ഡിലേയുടെ എവിൾ സൈഡാണ് എന്താക്കുന്നത് ഇവിടെ ഓഥർ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓഥർ പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പേർപ്പസ് തന്നെ ഡാമേജ് ആയി പോകുമെന്നാണ് എന്താക്കുന്നത് ഓഥർ ഇവിടെ പറയുന്നത്. ലാസ്റ്റ് മൊമെൻറ്റിൽ ചെയ്യുന്ന സമയത്ത് എല്ലാറ്റിനും ഒരു പേടി ഉണ്ടാവാറുണ്ട്, വിച്ച് വിൽ ഓൺലി വേഴ്സ് ഇൻ ദ സിറ്റുവേഷൻ. പിന്നെ ഓഥർ മൂന്നാമത്തെ പാർട്ടിൽ പറയുന്നത് ഇറ്റ് ഈസ് ഈസിയർ ടു ആക്ട് ദാൻ വറിയിങ് അബൌട്ട് ഇറ്റ്. ഓഥർ പറയാണ് ഈ ഒരു ജനറേഷൻ എല്ലാ കാര്യത്തിനും ഒരു കംപ്ലൈൻറ്റ് ഉള്ള ജനറേഷനാണ്. ഒരു സംഭവത്തിനോടും ഒരു കാര്യത്തിനോടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ജനറേഷനാണ് ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സങ്കടങ്ങളും അതുപോലെ തന്നെ ആൻസൈറ്റിയും ഡിസ്ട്രെസ്സും ഒക്കെ നമുക്ക് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാക്കുന്നത് ഇവിടെ പറയുന്നുണ്ട്. സാമുവൽ ജോൺസൺ പറയാണ് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഇത് ഫിയർ കൊണ്ടാവാം, ചിലപ്പോൾ ഇത് ഫ്രീക്വൻറ്റ് ഫെയിലിയേഴ്സും ഉണ്ടാവാം. പക്ഷേങ്കിൽ ഈ ഒരു ഫിയർ നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്താവും, ഒരു മിസറബിൾ കണ്ടീഷനിൽ ആയി മാറുമെന്നാണ് എന്താക്കുന്നത് ഓഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ജോയ്നെസ്സും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഒരു ജോയ്നെസ്സും ഒരു സന്തോഷവും ഒരു കാര്യവും ഉണ്ടായില്ല എന്നാണ് എന്താക്കുന്നത് ഇവിടെ ഓഥർ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനി പറയുന്നത് നാലാമത്തെ പാർട്ടിനെ കുറിച്ചാണ്. ലാസി പീപ്പിൾ ആർ ടോർമെൻറ്റഡ് ബൈ നോൺ എക്സിസ്റ്റൻറ്റ് ട്രബിൾസ്. പിന്നെ പറയാണ് മടിയന്മാർക്കുണ്ടാകുന്ന മെയിനായിട്ടുള്ള കാര്യം നടക്കാത്ത ട്രബിൾസിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കും.
ഫ്യൂച്ചറിൽ ഒരിക്കലും അത് നടക്കില്ല. പക്ഷേ അതിങ്ങനെ ചിന്തിച്ചിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഹീ സേസ് ദാറ്റ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തം ഗോൾസിലേക്കായിരിക്കണം ഡിവോട്ട് ചെയ്യേണ്ടത് എന്നെന്താക്കുന്നുണ്ട് ഓതർ ഇവിടെ പറയുന്നുണ്ട്. ഇനി പറയുന്നത് 5ാമത്തെ പാർട്ടിനെ കുറിച്ചാണ്. പ്രൊക്രാസ്റ്റിനേഷൻ ഇൻ ആക്റ്റീവ് മൈൻഡ്. ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ ലാസി മൈൻഡിൽ മാത്രമല്ല ആക്റ്റീവ് മൈൻഡിലും ഉണ്ടാവാറുണ്ട്. കുറേ ഗോൾസ് ഒരേ സമയത്ത് പെർസ്യൂ ചെയ്യണമെന്നായിരിക്കും ഇവരുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താകുന്നില്ല, അവർക്ക് എസിറ്റേറ്റ് ഉണ്ടാവും. സോ മെനി ഡിഫറെൻ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഇവർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ ഇൻ ദി ആക്റ്റീവ് മൈൻഡ്സ് എന്ന് പറയുന്നത്. ഇൻ ദി കൺക്ലൂഡിംഗ് ലൈൻസ് ഓതർ സേസ് ദാറ്റ് ഡു ഇറ്റ് വിത്തൗട്ട് പ്രൊക്രാസ്റ്റിനേറ്റിംഗ്. വി ഹാവ് ടു റിമൈൻഡ് അവർ സെൽവ്സ്. കോൺസ്റ്റൻ്റ്ലി നമ്മളെ തന്നെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ്. ലൈഫ് വളരെ ഷോർട്ടാണ്, ലോങ് ആയിട്ടുള്ള ഒരു സംഭവമല്ല ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോൾസ് നമ്മളെ ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് എന്താക്കുന്നത് ഓതർ പറയുന്നത്. ആൻഡ് ഹീ സേസ് ദാറ്റ് എ പേഴ്സൺ ഹു ട്രൈഡ് ബട്ട് ഫെയിൽഡ് ടു സക്സസ് ഡ്യൂ ടു ദി ഡെത്ത് ഈസ് നോട്ട് ഇൻ വൈൻ ഹൂസ് ഹി ഹാസ് ദി ഹോണർ ഓഫ് ഹാവിങ് എന്നാണ് ഇതിൻ്റെ അവസാനത്തിൽ എന്താക്കുന്നത് ഓതർ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഈ ഒരു ഓൺ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഡോക്ടർ സാമുവൽ ജോൺസൻ്റെ എസ്സേ എന്ന് പറയുന്നത്. ഇതിവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.